നമസ്കാരം. നമ്മുടെ വിധി മാറ്റിയെഴുതും. ജീവവായു പോലെ പുതിയ ജനന രജിസ്ട്രേഷൻ നിയമം. രാജ്യത്തെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമത്തിൽ വരാൻ പോകുന്ന കാതലായ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നു. പുതിയ ഭേദഗതി നിയമത്തിലൂടെ ഒരു ഇന്ത്യൻ പൗരന്റെ എല്ലാ ജീവിതക്രമങ്ങളും ജനന സർട്ടിഫിക്കറ്റിലേക്ക് ബന്ധിപ്പിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ DC. രാജ്യത്തെ ജനന രജിസ്ട്രേഷൻ നിയമങ്ങളിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ ജനന സർട്ടിഫിക്കറ്റ് നമ്മുടെ ജീവിതത്തിലെ ഒരു അവശ്യ രേഖയായി മാറുകയാണ്. പൗരൻ എന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങൾക്കും ജനന സർട്ടിഫിക്കറ്റ് അടിസ്ഥാന രേഖയാകും എന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗത്തും നടന്നുവരുന്ന അധിനിവേശ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന രേഖയായി ഇനി മുതൽ ജനന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം, ഡ്രൈവിംഗ് ലൈസൻസ് നൽകൽ, വോട്ടർ പട്ടികയിൽ ഇടം തേടൽ, ആധാർ രജിസ്ട്രേഷൻ, വിവാഹ രജിസ്ട്രേഷൻ, സർക്കാർ ജോലി തുടങ്ങി സമസ്ത മേഖലകളിലും ജനന സർട്ടിഫിക്കറ്റ് ഒരു നിർണായക രേഖയാകും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ രജിസ്റ്റർ ചെയ്ത ജനന മരണങ്ങളുടെ ഡേറ്റാബേസ് കൂടുതൽ കുറ്റമറ്റതാകും. സാമ്പത്തിക ആസൂത്രണത്തിൽ ഇത് സർക്കാരിന് വളരെ നിർണായകമാകും. ഈ ഡേറ്റാബേസ് അനർഹർക്ക് ആനുകൂല്യങ്ങൾ കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കുന്ന മാമൂലുകൾക്കെല്ലാം അന്ത്യമാകുകയാണ്. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിമരുന്നിടുന്ന വിധ്വംസക ശക്തികളെ ഫിൽട്ടർ ചെയ്യാൻ ഇതുവഴി തെളിയിക്കും. ജനന സർട്ടിഫിക്കറ്റിലേക്ക് മറ്റെല്ലാ രേഖകളും കണക്ട് ചെയ്യപ്പെടുകയാണ്. അതോടെ നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ പുറത്തു കാണിക്കാൻ കഴിയാതെ വരും. അതുവഴിയുള്ള കള്ളത്തരങ്ങൾക്കും മുതലെടുപ്പുകൾക്കും പൂട്ടുവീഴുകയാണ്. നമുക്ക് ഇതൊക്കെ നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷേ സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയ ചില അതീവ ഗുരുതര പ്രവണതകളുടെ പരിപൂർണമായ തിരസ്കരണമാണ് ഇനി നടക്കുക. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പൗരത്വ രേഖ നൽകണമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പൗരത്വ രേഖ നൽകാൻ ഇതുവരെ ഒരു സർക്കാരിനും സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൽ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല. ആധാർ കാർഡ് കൊണ്ടുവന്നെങ്കിലും അതിന് വേണ്ടത്ര നിയമപ്രാബല്യം ആർജിക്കാനായില്ല. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, വോട്ടർ പട്ടിക, ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഭൂമിയുടെ വാങ്ങലും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ദേശീയ ജനന മരണ ഡേറ്റാബേസുമായി കണക്ട് ചെയ്യപ്പെടും. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയാണ് ഈ കേന്ദ്രീകൃത ഓൺലൈൻ ഡേറ്റാബേസ് പരിപാലിക്കുന്നത്. അതാത് സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന തലത്തിൽ ജനന മരണ ഡേറ്റാബേസ് തയ്യാറാക്കും. ചീഫ് രജിസ്ട്രാർമാരായിരിക്കും സംസ്ഥാന തലത്തിൽ ഡേറ്റാബേസ് പരിപാലിക്കുന്നത്. ഈ ഡേറ്റാബേസ് കേന്ദ്ര ഡേറ്റാബേസിലേക്ക് കൈമാറും. ഇങ്ങനെ മുഴുവൻ രേഖകളും ഒറ്റ ഡേറ്റാബേസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. നിലവിൽ ഈ ഡേറ്റാബേസിൽ 119 കോടി പൗരന്മാരുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരമുള്ള നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് NRC തയ്യാറാക്കുകയാണ് ലക്ഷ്യം. ജനനവും മരണവും ഉടൻ ജനന മരണ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യണം. ആശുപത്രിയിൽ വെച്ചാണ് ജനനം അല്ലെങ്കിൽ മരണം നടക്കുന്നതെങ്കിൽ ആശുപത്രി അധികൃതർ അത് റിപ്പോർട്ട് ചെയ്യണം. ജയിലിലോ ഹോട്ടലിലോ മറ്റ് താമസ സ്ഥലത്തോ ജനന മരണം നടന്നാലും അവിടുത്തെ അധികൃതർ അത് റിപ്പോർട്ട് ചെയ്യണം. വീടുകളിൽ ജനന മരണം സംഭവിച്ചാലും അക്കാര്യം റിപ്പോർട്ട് ചെയ്യണം. ഇതിനുള്ള ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 1 ലോക്സഭയിലും ഓഗസ്റ്റ് 7 രാജ്യസഭയിലും പാസ്സായി. ദി രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അമെൻമെന്റ് ആക്ട് 2023 ഒക്ടോബർ 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമം കമ്പൽസറിയാണ്. ഒരു സംസ്ഥാനത്തിനും ഇതിൽ നിന്നും വിട്ടുനിൽക്കാനാകില്ല. ഈ ഡേറ്റാബേസ് പൂർണ്ണമാകുന്നതോടെ മൈഗ്രൻസ് എന്ന പേരിൽ ഇന്ത്യയുടെ കിഴക്കൻ മേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും മറ്റിടങ്ങളിലും ഒളിച്ചും വ്യാജരേഖകൾ സംഘടിപ്പിച്ചും താമസിച്ചു വരുന്നവർക്ക് അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ പോകേണ്ടതായി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മാതാപിതാക്കളുടെ രേഖകൾ അടിസ്ഥാനമാക്കിയാണ് ജനന രജിസ്ട്രേഷൻ സാധ്യമാകുന്നത്. ഇന്ന് മിക്ക രാജ്യങ്ങളിലും ഇന്ത്യക്കാർ പോകുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം പൗരത്വ കാർഡില്ല എന്നതാണ്. അവിടെ ജനന സർട്ടിഫിക്കറ്റാണ് ആവശ്യപ്പെടുന്നത്. നമ്മളിൽ ഏറെ പേരും ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണ്.
കാരണം ജനന മരണ രജിസ്ട്രേഷൻ നിയമം 1969 നടപ്പിലാക്കിയത്. എന്നാലും 1969 ശേഷം ജനിച്ചവരെല്ലാം ജനനം രജിസ്റ്റർ ചെയ്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളവരല്ല. അതൊരു കമ്പൽസറി നിയമമായി ആരും കണ്ടിരുന്നില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സ്കൂൾ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ജനന തീയതി, വയസ്സ് എന്നിവ തെളിയിക്കാനുള്ള രേഖയായി സ്വീകരിച്ചു വരുന്നത്. എന്നാൽ വിദേശത്ത് ഇത് സ്വീകാര്യമാകില്ല. അപ്പോൾ എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതെന്ന് ഇനി പറയാം. നമ്മുടെ ജനനം രജിസ്റ്റർ ചെയ്യേണ്ടത് ജനന മരണ രജിസ്ട്രാറുടെ ഓഫീസിലാണ്. ജനന മരണ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ അവിടുത്തെ സെക്രട്ടറിയും മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുമാണ്. കോർപ്പറേഷനിൽ അവിടുത്തെ ഹെൽത്ത് ഓഫീസർമാരും. പഞ്ചായത്തിലാണ് ജനനം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് അനുവദിക്കേണ്ടത്. നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നീതി എന്ന പുതിയ വീഡിയോ കണ്ടിരുന്നു? ഇല്ലെങ്കിൽ കാണുമല്ലോ. ഇതിനായി നമ്മൾ പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ അവർ പറയും 30 ദിവസത്തിനകം ആയിരുന്നു രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന്. ഇപ്പോൾ കുറെ വർഷങ്ങളായല്ലോ, അതിനാൽ കാലതാമസം മാപ്പാക്കി വാങ്ങണം എന്ന്. ഇതിനായി എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിച്ചാൽ ആ പ്രദേശത്തെ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് കോടതിയിലാണ് പോകേണ്ടത്. ഇതൊരു റവന്യൂ കോടതിയാണ്. റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ് ഈ കോടതി പ്രിസൈഡ് ചെയ്യുന്നത്. എന്നാൽ ജനനം നടന്ന് 1 വർഷത്തിനകമാണെങ്കിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കാലതാമസം മാപ്പാക്കി നൽകാം. 1 വർഷത്തിന് മേലാണെങ്കിൽ SDMCയിൽ പോകണം. വിദേശത്തു നടന്ന ജനനം ഇവിടെ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ കഴിയും. കുട്ടിയും മാതാപിതാക്കളും ഇന്ത്യയിൽ വീണ്ടും സ്ഥിരതാമസമാക്കുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണം. ജനനം എന്ന് പറയുമ്പോൾ ജീവനോടെ ജനിച്ച എല്ലാ ജനനവും രജിസ്റ്റർ ചെയ്യണം. ജനിച്ചയുടൻ മരണപ്പെട്ടാലും രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഇതിനായി നിശ്ചിത ഫോറത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനൊപ്പം ആ സ്ഥലത്തെ ജനന രജിസ്ട്രാറുടെ കയ്യിൽ നിന്നും ജനനം രജിസ്റ്റർ ചെയ്തതായി കാണുന്നില്ല എന്ന ഫോറം 10 നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിയാണ് SDMCയിൽ നൽകേണ്ടത്. ഈ അപേക്ഷയ്ക്കൊപ്പം കുറച്ച് രേഖകളുടെ കോപ്പിയും വയ്ക്കണം. ജനനം രജിസ്റ്റർ ചെയ്യേണ്ട ആളുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും തിരിച്ചറിയൽ രേഖകൾ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, സമുദായ സംഘടനകൾ രജിസ്റ്റർ പ്രകാരം തയ്യാറാക്കി നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്വീകാര്യമാണ്. ക്രൈസ്തവരാണെങ്കിൽ ചർച്ച് രജിസ്റ്റർ പകർപ്പ് തെളിവ് സ്വീകരിക്കും. അപേക്ഷകൻ തന്റെ ജനനസ്ഥിതി സംബന്ധിച്ച് ഒരു നോട്ടറൈസ്ഡ് അഫിഡവിറ്റ് തയ്യാറാക്കി നൽകണം. ഈ അപേക്ഷ SDMCയിൽ നിന്നും തഹസീൽദാർ വഴി വില്ലേജ് ഓഫീസർക്ക് അന്വേഷണത്തിനായി അയക്കുന്നു. അദ്ദേഹം ജനനം സംബന്ധിച്ച വിവരങ്ങൾ പ്രാദേശിക അന്വേഷണം നടത്തി പ്രദേശവാസികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നു. നൽകിയ രേഖകളുടെയും പ്രാദേശിക അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങളും പൊരുത്തപ്പെടുന്നുവെങ്കിൽ വില്ലേജ് ഓഫീസർ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അത് തഹസീൽദാർ വഴി SDMCയിലേക്ക് അയക്കുന്നു. ജനനം നടന്ന സമയത്ത് മാതാപിതാക്കൾ ജീവിച്ചിരുന്ന പ്രദേശത്തെ വിലാസം അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം നടത്തുന്നത്. ഉപേക്ഷിക്കപ്പെട്ടവരുടെയും ദത്തെടുത്തവരുടെയും കാര്യത്തിലും ഇതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് പാലിക്കുന്നത്. ഈ അപേക്ഷയിൽ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് കാലതാമസം മാപ്പാക്കിയാൽ ഫയൽ നേരെ ജനന രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കും. അവിടെ ജനനം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ നടപടികൾ അത്ര ലളിതമല്ല. പലതരത്തിലും കാലതാമസം വരാൻ ഇടയുള്ളതാണ്. അപേക്ഷകൻ വേണ്ടത്ര ശ്രദ്ധിച്ച് അപേക്ഷ തയ്യാറാക്കി എല്ലാ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുകയും തെളിവ് രേഖകൾ കൃത്യമായി നൽകുകയും ചെയ്താൽ മാത്രമേ വേഗത്തിൽ കാര്യം നടക്കൂ. ഇത്രയും കാര്യങ്ങളാണ് ജനന സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ചർച്ച ചെയ്യപ്പെടും. അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയി കൂടി ചെയ്യാം. ലൈക്ക് ചെയ്താൽ എൻ്റെ സമയം ഞാൻ ശരിയായി വിനിയോഗിച്ചു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും പെട്ടെന്ന് വരാൻ കഴിയും. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾ ആക്കിയാൽ ഇത്തരം വിവരങ്ങൾ ഉടനെ നമ്മുടെ ശ്രദ്ധയിൽ വരും. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേ DC. താങ്ക് യു.